നമുക്ക് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. യേശു കർത്താവ് വീണ്ടും വരുന്നത്, അവിടുത്തെ രഹസ്യപരമുണ്ട്, പരസ്യപരമുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൊണ്ട് അവസാനിപ്പിച്ചത് ആ, യേശു കർത്താവ് വരുന്നതിന്റെ വരവെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന്, എന്താണ് നടക്കാൻ പോകുന്നത്? വിശുദ്ധന്മാരുടെ ഉയർപ്പ്. അടുത്തെന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? വിശുദ്ധന്മാരുടെ ഉയർപ്പ്. രണ്ട്, വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം വീതിക്കൽ. മൂന്നാമത് കുഞ്ഞാടിന്റെ കല്യാണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധന്മാരുടെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ മൂന്ന് കാഹളങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. ഏതൊക്കെയാണ്? കർത്താവ് താൻ ഗംഭീരനാദം. അതെന്തിനാണെന്ന് പറഞ്ഞു. അത് മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഉയർപ്പിന് വേണ്ടിയുള്ളതാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങള്? അതൊന്ന് വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു. രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദം. അതെന്തിനാ പ്രധാന ദൂതന്റെ ശബ്ദം? വിശ്വാസികൾ ഉയർക്കാതിരിക്കേണ്ടതിന് പിശാച് അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് വിശുദ്ധന്മാരെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് അവർ ഉയർക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ദൂതന്റെ വായിലെ ശ്വാസത്താൽ പിശാചിനെ ശാസിക്കുകയാണ്. അങ്ങനെ വിശുദ്ധന്മാർ ഉയർക്കുന്നു. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ, ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പിന് വേണ്ടിയാണ്. മൂന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇതിനെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ഈ മൂന്ന് കാഹളങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ? ജോൺസൺ ബ്രദർ കേട്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല സാറേ, കേട്ടിട്ടില്ല. ഈ മൂന്ന് കാഹളങ്ങൾ എന്തിനാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടും, കർത്താവ് ചേർക്കാൻ വരുമെന്നുള്ളത് അത്രയൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ. ശരി. ഇന്ന് നമുക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാനായിട്ടുള്ളത്, കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് 8 വിധ ഉപദേശങ്ങളുണ്ട്. 8 വിധ ഉപദേശം. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് എത്ര വിധ ഉപദേശങ്ങളുണ്ട്? 8 വിധത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടുള്ളത്. ബാക്കി 7 എണ്ണവും തെറ്റായ ഉപദേശങ്ങളാണ്. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? കർത്താവിന്റെ മടങ്ങിയ വരവിനെ സംബന്ധിച്ച് എത്ര വിധ ഉപദേശങ്ങളുണ്ട്? 8 വിധത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. ഈ ഉപദേശങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടുള്ളൂ. ബാക്കി 7 എണ്ണവും എന്താണ്? റോങ് ടീച്ചിങ് ആണ്, തെറ്റായ പഠിപ്പിക്കലാണ്. ആ 8 എണ്ണവും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, ഒരുപറ്റം ആൾക്കാർ പറയുന്നു കർത്താവിന്റെ വരവെന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്നതാണ് കർത്താവിന്റെ വരവെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് എന്ത്? കർത്താവിന്റെ വരവ്. കർത്താവിന്റെ വരവെന്ന് ആഗമനമാണ്. യോഹന്നാന്റെ സുവിശേഷം 16:16, മത്തായിയുടെ സുവിശേഷം 16:28. എല്ലാം കളയണം. എടുത്തു. യോഹന്നാൻ എത്രയായിരുന്നു? യോഹന്നാൻ 16:16, മത്തായി 16:28. സാറേ, പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയണേ സാറേ. കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഇന്ന് നിലവിൽ 8 വിധത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. 8 വിധത്തിലുള്ള ഉപദേശങ്ങൾ. അതിൽ 7 എണ്ണവും തെറ്റായിട്ടുള്ളതാണ്. ഒരെണ്ണം മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. ആദ്യം നമ്മൾ 7 തെറ്റായ ഉപദേശങ്ങൾ പഠിക്കും. അതിനുശേഷം അവസാനം ശരിയായിട്ടുള്ളത് പഠിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നാമത്തെ തെറ്റായ ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് കർത്താവിന്റെ വരവ് എന്ന് പഠിപ്പിക്കുന്നതിനുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം, അതായത് 1-ാം നൂറ്റാണ്ടിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കുന്നതിനെ കുറിച്ച് ആര് പറഞ്ഞു? യേശു കർത്താവ് പറയുവാനിടയായി. അതായത് അല്പം കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 16:16 വായിച്ചു നോക്കിയാൽ മതി.
നിങ്ങൾക്ക് അവിടെ കാണാമത്. അതായത് അല്പം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞ ശേഷം വീണ്ടും എന്നെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ കൊണ്ട് കഴിയുന്നത് ഈ പരിശുദ്ധാത്മാവ് വീണ്ടും വരുന്നതിനാണ് യേശു കർത്താവിന്റെ മടങ്ങിവരവായിട്ടാണ് വേറെ കുറച്ച് പേര് പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എസ് പറ, ഇല്ലെങ്കിൽ ഓക്കെ. അപ്പം പരിശുദ്ധാത്മാവിന്റെ വരവിനെയാണ് എന്തായിട്ട് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവായിട്ട് ചിത്രീകരിക്കുന്നത്. അതായത് യേശു കർത്താവ് പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, എന്നാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ വീണ്ടും എന്നെ കാണും. അതുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ പറയുന്നത് യേശു തന്നെ പോയിട്ട് വീണ്ടും വരികയാണ്. പരിശുദ്ധാത്മാവ് വന്ന് എന്തായിട്ടാണ് കരുതുന്നത്? കർത്താവിന്റെ മടങ്ങി വരവായിട്ടാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:16, മത്തായി 16:28. മത്തായി 16:28. ഇത് ഒരു പറ്റം ആൾക്കാർ പറയുന്നു പരിശുദ്ധാത്മാവ് വന്നത് കർത്താവിന്റെ മടങ്ങി വരവായിട്ടാണ് ചിലർ കരുതുന്നത്. 2, ഓരോ വിശ്വാസിയും മരിക്കുമ്പോൾ, വിശ്വാസിയുടെ മരണം, ഓരോ വിശ്വാസിയും മരിക്കുമ്പോൾ കർത്താവ് വന്ന് അവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നു. ഓരോ വിശ്വാസിയും മരിക്കുമ്പോൾ കർത്താവ് വന്നിട്ട് എന്തൊടുക്കുകയാണ്? അവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:59 സ്തെഫാനോസ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ. അപ്പോൾ കർത്താവ് വന്നിട്ട് എന്തൊടുക്കുകയാണ്? സ്തെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പൊ നിങ്ങളൊരു കാര്യം അറിയണം, ഭൂലോകത്തിൽ ഓരോ ദിവസവും മാത്രം വിശ്വാസികൾ മരിക്കുന്നുണ്ടല്ലേ? അപ്പൊ കർത്താവിൻ്റെ ആകെ ജോലി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികൾ മരിക്കുമ്പോൾ എല്ലാ വീടുകളിലും ചെന്നിട്ട് അവരുടെ ആത്മാവിനെ സ്വീകരിക്കുക എന്നുള്ള ജോലിയാ. മനസ്സിലായോ? അത് ശരിയായിട്ടുള്ള ടീച്ചിങ് ആണോ? അല്ല. വിശ്വാസികൾ മരിക്കുമ്പോൾ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നുണ്ട്, അല്ല കർത്താവ് ഇറങ്ങി വരുന്നൊന്നുമില്ല, ഇറങ്ങി വന്ന് ആരെയും സ്വീകരിക്കുന്നൊന്നുമില്ല. അങ്ങനെ വേദപുസ്തകത്തില് വാക്യമില്ല. സ്തെഫാനോസ് പറയുന്നുണ്ട് എന്റെ ആത്മാവിനെ സ്വീകരിക്കണമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം കർത്താവ് ഇറങ്ങി വന്നിട്ട് അവന്റെ ആത്മാവിനെ സ്വീകരിച്ചായിട്ട് വേദപുസ്തകങ്ങളുടെ അടുത്ത് പോലും ഉണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ ആ വാക്യം കണ്ടിട്ടുണ്ടോ? സ്തെഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ കർത്താവ് ഇറങ്ങി വന്നിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് വിശ്വാസികളുടെ മരണം ഒരിക്കലും കർത്താവിന്റെ മടങ്ങിവരവല്ല. 3, യെരൂശലേം നാശം കർത്താവിന്റെ വരവായിരുന്നെന്ന് പറയുന്നുണ്ട്. എന്താ യെരൂശലേം നാശം നടന്നത്? എന്താ യെരൂശലേം നാശം നടന്നത്? AD 70 നടന്നത്. ഇവിടെ ഒരു പറ്റം ആൾക്കാർ പറയുന്നത് യേശു കർത്താവ് പറഞ്ഞു കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നില്ല, എല്ലാം തകർക്കപ്പെടും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24 വാക്യമാണത്. അപ്പോൾ അവർ പറയുന്നത് AD 70 സംഭവിച്ച യെരൂശലേം നാശം അത് കർത്താവിന് വരവായിരുന്ന. AD 70 സംഭവിച്ച യെരൂശലേം നാശം എന്താണ്? കർത്താവിന്റെ മടങ്ങിവരവാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു ഉപദേശമാണ്. ഓക്കെ. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, പരിശുദ്ധാത്മാവിന്റെ ആഗമനം. 2, വിശ്വാസികളുടെ മരണം. 3, AD 70 നടന്ന യെരൂശലേം നാശം. ഇതെല്ലാം കർത്താവിന്റെ വരവാണെന്നാണ് പഠിപ്പിക്കുന്നത്. നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇനി 4, മത്തായിയുടെ സുവിശേഷം 18:20 വാക്യം. മത്തായി 18:20 വാക്യം. അവിടെ കർത്താവ് പറഞ്ഞു 2 or 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ കൂടി വരുമ്പോഴൊക്കെയും കർത്താവ് വരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അത് ശരിയാണോ? അല്ല. കാരണം എന്താ? കർത്താവ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർത്താവിന്റെ സാന്നിധ്യമാണ്, പ്രസൻസ് ആണ്, അല്ലാതെ ആളത്വത്തിലുള്ള വരവല്ല. ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുന്നതേ ഉള്ളൂ.
2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവിടെ മന്ദിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വാസ്തവമായിട്ട് ഇറങ്ങി വരികയല്ല, പിന്നെന്താ, കർത്താവിന്റെ സാന്നിധ്യം മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് 4-ാമത്തത്. 5-ാമത്തത്, കർത്താവിന്റെ മടങ്ങി വന്നത് കഴിഞ്ഞു പോയി. തീർന്ന് എപ്പോഴേ മടങ്ങി വന്നിട്ട് പോയി കഴിഞ്ഞു. ഞാൻ പഠിപ്പിക്കുന്നതാ. നിങ്ങൾക്ക് ആരെങ്കിലും പറയാമോ? ആരാങ്കിലും പഠിപ്പിച്ചത് കർത്താവിന്റെ മടങ്ങി വരെ എപ്പോഴേ കഴിഞ്ഞു പോയെന്ന് പഠിപ്പിക്കുന്ന ആരാ? ഹലോ, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങള് വിഷണരായിരിക്കാതെ. സദൂക്യര് ആരാ പഠിപ്പിക്കുന്നത്? സദൂക്യര് അല്ലല്ല അല്ലല്ല അല്ല. യഹോവ സുജിജോയി വിഷ്ണു. എന്തിയെ? സുജിജോയി എന്തിയെ? യഹോവ സാക്ഷികൾ. യഹോവ സാക്ഷികൾ. ഉം. സുജിജോയി എവിടെ ആയിരുന്നു? കുറെ കാലങ്ങളായല്ലോ വന്നത്. ഞാൻ വിചാരിച്ചു കർത്താവ് വന്നിട്ട് സുജിജോയി കൊണ്ടാ പോയെന്ന്. ഇല്ല എനിക്ക് സാറിന്റെ ആ ടൈമിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതാ പറ്റിപ്പോന്ന്. ഞാൻ റെക്കോർഡ് കേൾക്കുന്നുണ്ട്, പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രം റെക്കോർഡ് എനിക്ക് കിട്ടിയില്ല, ബാക്കിയെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ശരി. നാട്ടിൽ പോയിട്ടൊക്കെ വന്നു. വന്നു. ഇപ്പൊ എവിടെ? ദുബൈയിലാണോ അതോ ഷാർജയിലാണോ? ഞാൻ ഫുജറയില. ജിറയില. നിങ്ങളെല്ലാം കൂടി എന്തുവാ ഞങ്ങളെ കാണിക്കുന്നത്? പാസ്റ്റർമാരെന്തുവാ കൂടി വരണ്ടാന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. എന്താ ചെയ്യാനാ? ഇനി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് വയ്ക്കാൻ പോവാ. ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഈ ശല്യം വന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പ്രസംഗിച്ചോളാവുന്നില്ലയോ? ഞങ്ങൾ ആരും അങ്ങോട്ട് വരികയും വേണ്ട, പ്രസംഗിക്കുകയും വേണ്ട, ഞങ്ങളെല്ലാം പ്രസംഗിച്ചോളാവുന്നില്ലയോ പറയുന്നത്? ആണോ? അതൊക്കെ പറയുന്നെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. തീർച്ചയായിട്ടൊക്കെ വരാം, കുഴപ്പമൊന്നുമില്ല. വരാം, കുഴപ്പമൊന്നുമില്ല. വരാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിൽക്കാൻ ഞാൻ പറ്റിയ വരികയും എന്തോ കേട്ടില്ല. മെയിൻ സ്ട്രീമിൽ വന്ന് അങ്ങനെ വലിയ വലിയ ചർച്ചകളുടെ വിഷയമുള്ളൂ, ചെറിയ ചെറിയ കൂട്ടായ്മകളൊന്നും കുഴപ്പമില്ല. പ്രശ്നമില്ല. ഞാനിന്ന് വരുന്നുണ്ട്. ഓക്കെ, വാ. ഞാൻ വരുന്നുണ്ട്, സത്യമായിട്ട് വരുന്നുണ്ടേ. എന്നാ രണ്ട് ദിവസം പാസ്റ്റർക്ക് തരാം. ഇവിടെ ഫിജിറയില് ഫുജറ നമ്മുടെ ഡിബ ചർച്ചിൽ ക്ലാസ്. നിങ്ങളുടെ ചർച്ച എം വി സൈമയുടെ ചർച്ചാണോ? അല്ല, ഇത് ചർച്ചക്കോടിന്റെ ചർച്ച. 2 ദിവസം ക്ലാസ് സാറിന് തരാം. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. ഞാനും നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഫുജറയിൽ കുറച്ച് വ്യത്യാസമുള്ളൂ. അതേത് ചർച്ച? ഇവിടെ തന്നെ ഫുജറ തന്നെ ചർച്ച. അതേത് ചർച്ച? ആരുടെ ചർച്ച? IPC. ആരാ നിങ്ങളുടെ പാസ്റ്റർ? ആരാ? സൈമൻ. ശരി. എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്യാം. വേറെ ചർച്ചകളൊക്കെ. ഓക്കെ. ദൈവത്തിരീതം പോലെ കാണക്കട്ടെ. ഞാനൊന്ന് വരാനിരിക്കുക. ഓക്കെ. ഞങ്ങൾ 2 പൂജക്കാരാ. 2 വിജയക്കാരായി. ഇതിനാണ് ഈ സെമിനാരിയുടെ ഫൗണ്ടേഷൻ സ്ഥലം പൂജ തന്നെയാണ്. സുജിൻ ബ്രദറെ, എനിക്കൊരു ഹായ് ഇടണേ കേട്ടോ, ഒരു വാട്സപ്പ് ഹായ് ഇടണേ കേട്ടോ. സാറിന്റെ പിന്നെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. സാറിന് അറിയാം എന്റെ നമ്പർ. ഞാൻ ഇട്ടേക്കാം. അല്ല, എന്റെ വാട്സപ്പിൽ അതിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഹായ് ചുമ്മാ ഇട്ടേക്കണം. ഇട്ടേക്കാം. ഏതായാലും ജനുവരിയിലേക്കൊക്കെ ഉള്ളൂ, ഡിസംബർ അവസാനമൊക്കെ ഉള്ളൂ. ഞാനിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഡിസംബർ അവസാനം വരുന്നെങ്കിൽ സാർ നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത ആഴ്ച നമ്മൾ അതിനുള്ള ക്രമീകരിക്കുക. അതായത് ഡിസംബർ അവസാനം 7 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഓൾറെഡി നമുക്ക് 2 ദിവസം ദൈവദാസന്മാരായി. ബാക്കിയുള്ള ദിവസം സാർ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തേക്ക് ക്രമീകരിക്കാം. ഡിസംബർ ആണെങ്കിൽ ഈ ആഴ്ച തന്നെ ഒന്ന് അറിയിക്കും. സംഘത്തൊക്കെ ടിക്കറ്റ് ചാർജ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിലേ ടിക്കറ്റ് ചാർജ് ഒക്കെ കുറച്ച് ഹൈ ആയിരിക്കും. ഏതായാലും വരണമെന്ന് വിചാരിക്കും. കാരണം ഇവിടുത്തെ സ്കൂൾ നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സ്കൂൾ നടത്തണ്ടായോ? പ്രജിത്ത് എവിടാ? ഏത് സ്ഥലത്താ പ്രജിത്ത്? പാസ്റ്റർ പ്രജിത്ത് എവിടാ? അമേരിക്കയിലാണ്? ഗൾഫിലാണോ? കോട്ടയത്താണ്. സ്വതന്ത്രം. ഞാൻ കോട്ടയത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ഇത്ര അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മടങ്ങി വരാം. 4-ാമത് യഹോവ സാക്ഷികൾ പറയുന്നത്
കർത്താവിന് മടങ്ങിയ വരവ് കഴിഞ്ഞുപോയി. അതായത് അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കാനോ പഠിക്കാനോ സമയമില്ല. 1914 യേശു കർത്താവ് വന്നെന്നാണ് അവർ പറയുന്നത്. 1914 കർത്താവ് വന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു. അതായത് കർത്താവിന്റെ വരവിന് 3 ഘട്ടങ്ങളുണ്ടെന്നും അതിന് ആദ്യത്തെ ഘട്ടം 1914 സംഭവിച്ചെന്നും രണ്ടാമത്തെ ഘട്ടം 1918 സംഭവിച്ചെന്നും മൂന്നാമത്തെ ഘട്ടം അതിന് ശേഷം സംഭവിച്ചെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. കർത്താവ് വന്നിട്ട് അവന്റെ കാര്യത്തിൽ പോയി. ഇനി ആര് കർത്താവിന് വരവിന് വേണ്ടി നോക്കി പാർക്കണ്ട എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? യഹോവ പഠിപ്പിക്കുന്നത്. പക്ഷേ അതിനകത്ത് എനിക്ക് വളരെ കാതലായി തോന്നിയൊരു കാര്യമുണ്ട്. 1914 എന്തോ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാമായിരുന്നു. എന്താ അന്ന് സംഭവിച്ചത്? 1914 സംഭവിച്ചത് അതിന് ഓർമ്മയുണ്ടോ? 1914 എന്ത് സംഭവിച്ചു? ഒന്നാം ലോകമഹായുദ്ധം നടന്നില്ലേ? ഒരു പക്ഷെ അതായിരിക്കാം അവർ പറഞ്ഞത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോട്ടെ, അപ്പോൾ 5ാമത് കർത്താവിന് മടങ്ങി വരവ് കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. 6ാമത് മത്തായിയുടെ സുവിശേഷം 24 45 മുതൽ 51 വാക്യങ്ങൾ. അടുത്തത് 2 പത്രോസ് 3:9 വാക്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് കഴിയുന്നത് യജമാനൻ വരാൻ താമസിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ റെഫറൻസ് പറഞ്ഞു സാറേ. മത്തായി 24 45 മുതൽ 51 വരെ, പ്രത്യേക 48 വാക്യം. അടുത്തത് 2 പത്രോസ് 3:9 വാക്യം. ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് കർത്താവ് വരുവാൻ താമസിക്കുന്നു. കർത്താവ് വരുവാൻ താമസിക്കുന്നു. അടുത്ത 7ാമത്തത് 2 പത്രോസ് 3:3-4 വാക്യങ്ങൾ. 2 പത്രോസ് 3:3-4 വാക്യങ്ങൾ. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് സാധിക്കുന്നത് കർത്താവിന് വരവിനെ ഒരുപറ്റം ആൾക്കാർ നിഷേധിക്കുകയാണ്. വരുത്തൊന്നുമില്ല, ചുമ്മാതാ. 2 പത്രോസ് 3:3-4 വാക്യങ്ങൾ. അവിടെ നമുക്ക് പഠിക്കുവാൻ കൊണ്ട് കഴിയുന്നത് കർത്താവിന് വരവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കർത്താവിന് വരവിനെ നിഷേധിക്കുന്ന ഒരു പറ്റം ആൾക്കാര് ഉണ്ട്. ഓക്കെ, അവര് പറയുന്നത് കർത്താവിന്റെ വരവിന്റെ വാഗ്ദാനം എവിടെ? അതൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അവര് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അംഗീകരിക്കാത്തതുപോലെ തന്നെ യേശുവിന്റെ സ്വർഗാരോഹണത്തെ അംഗീകരിക്കാത്തതുപോലെ തന്നെ യേശുവിന്റെ മടങ്ങി വരവിനെയും അവർ അംഗീകരിക്കുന്നില്ല. കർത്താവിന്റെ വരവിനെ നിഷേധിക്കുന്നവർ, അവരുടെ പ്രത്യേകത അവർ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും മടങ്ങി വരവിനെയും നിഷേധിക്കുന്നു. ഓക്കെ, അതാണ് 7ാമത്തെ പഠിപ്പിക്കുക. അപ്പോൾ 7 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? 1, പരിശുദ്ധാത്മാവിന്റെ ആഗമനം കർത്താവിന് വരവാണെന്ന് പഠിപ്പിക്കുന്നു. വിശ്വാസികളുടെ മരണസമയത്ത് ഓരോ വിശ്വാസി മരിക്കുമ്പോൾ യേശു കർത്താവ് മടങ്ങി വന്ന് അവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്നത് കർത്താവിന് വരവാണ് എന്ന് പഠിപ്പിക്കുന്നു. AD 70 നടന്ന യെരുശലേം നാശം കർത്താവിന്റെ മടങ്ങി വരവാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 4ാമത് വിശ്വാസികളുടെ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യയെ വരുന്നു എന്ന് പറയുന്നു. അത് കർത്താവിന് വരവാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ കർത്താവിന് മടങ്ങി വരവല്ല, പ്രത്യുത കർത്താവിന്റെ സാന്നിധ്യമാണ്. 5ാമത് യഹോവ സാക്ഷിക്കാരെ പോലുള്ള ആൾക്കാർ പറയുന്നത് എന്താണ്? കർത്താവിന് മടങ്ങി വരവ് എന്ന് കഴിഞ്ഞുപോയി. 3 ഘട്ടമുണ്ടായിരുന്നു. 1914, 18, പിന്നെ അതിനുശേഷമുള്ള ഒരു വരവ്. ഈ 3 വരവ് കഴിഞ്ഞു. ഇനി അതിനകത്ത് ഇനി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. 6ാമത് യജമാനൻ വരാൻ താമസിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ അത് വരവിനെ താമസിപ്പിക്കുന്നു. 7ാമത്
കർത്താവ് മടങ്ങി വരത്തില്ല. അവൻ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും നിഷേധിക്കുന്ന പോലെ തന്നെ എന്തിനെ നിഷേധിക്കുന്നു? കർത്താവിന്റെ മടങ്ങി വരവിനെയും നിഷേധിക്കുന്നു. ഈ 7 പോയിന്റ് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ, ഒരാളെ കാണിച്ചു, 2 പേര് കാണിച്ചു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എന്നാൽ 8ാമത്തെ ഉപദേശം എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ഉപദേശം. 8ാമത്തെ ഉപദേശമാണ് യഥാർത്ഥമായിരിക്കുന്ന ഉപദേശം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായർ 10:37 അവിടെ പറയുന്നു, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. 8ാമത്തെ ഉപദേശം എന്താ? വരുവാനുള്ളവർ വരും, താമസിക്കുകയുമില്ല. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്യം വേദപുസ്തകത്തിൽ എത്ര പ്രാവശ്യമുണ്ട്? പറ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പദം വേദപുസ്തകത്തിൽ എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. 3. ആ, ഉറക്കെ പറ, നിങ്ങളത് പറഞ്ഞു നോക്ക്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്യം വിശുദ്ധ വേദപുസ്തകം എത്ര പ്രാവശ്യം കാണുവാൻ കഴിയുന്നു? 4. 4 കറക്റ്റാണ്. 4 പ്രാവശ്യം. അതായത് പഴയ നിയമത്തിൽ 1 പ്രാവശ്യം. പഴയ നിയമത്തിൽ എവിടെ നമ്മളിത് കാണുന്നത്? പഴയ നിയമത്തിൽ എവിടെ കാണുന്നത്? ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തില്. എന്തിനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്? ഈ 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിന്റെയും പശ്ചാത്തലം 4ആണ്. നിങ്ങൾ പ്രസംഗിക്കണം കേട്ടോ. എന്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും. ആദ്യം പഴയ നിയമത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ. അത് ഹബക്കൂക്കിന്റെ പുസ്തകത്തിലാണ്. 2-ാം അധ്യായത്തില് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദർശനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം കൊടുക്കുന്ന ദർശനം. ആ ദർശനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ വിശ്വാസാൽ ജീവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള പദം 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 റോമാലേഖനം 1-ാം അധ്യായത്തിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തിന് ഞാൻ കടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്യമാണ് ബഹുമാന്യനായ മാർട്ടിൻ ലൂഥറിനെ നവീകരണത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ 2. 3-ാമത്തത് ഗലാത്യ ലേഖനത്തിലാണ്, 3-ാം അധ്യായത്തിലുണ്ട്. അത് ന്യായപ്രമാണത്തെയും വിശ്വാസ പ്രമാണത്തെയും കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. നിങ്ങൾ വാക്യം കണ്ടെത്തിക്കോണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ. 4-ാമത്തത് എബ്രായർ 10-ാം അധ്യായത്തിലാണ്. എബ്രായർ 10 അവിടെ കർത്താവിന്റെ വരവിനോട് ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന 4 സ്ഥലങ്ങളാണ്. 1 ഹബക്കൂക്കില്. അതെന്തിനോടുള്ള അടിസ്ഥാനത്തിലാ, എന്തിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ദർശനം. 2-ാമത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ. അതെന്തിനോടുള്ള ബന്ധത്തിലാ? സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ. 3-ാമത്തത് ഗലാത്യ ലേഖനത്തിലാണ്, 3-ാം അധ്യായത്തിൽ. അതെന്തിനോടുള്ള ബന്ധത്തിലാ? വിശ്വാസത്തിന്റെ പ്രമാണം.
ന്യായപ്രമാണമുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് എബ്രായർ 10-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. അതെന്തിനുള്ള ബന്ധത്തിലാണ്? കർത്താവിനോട്. കർത്താവിന്റെ ആ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തില വരവിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ എട്ടാമത്തെ ഉപദേശം വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. വാഗ്ദത്തം ചെയ്ത കർത്താവ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവ് യേശുവേ, അങ്ങ് വരണമേ, വേഗം വരണമേ കണ്ടോ, വരണമേ വരണമേ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ സഭ പറഞ്ഞു, കർത്താവേ അങ്ങ് മടങ്ങി വരണമേ, അങ്ങ് വരണമേ എന്ന് പറഞ്ഞു. അപ്പൊ സഭയ്ക്കാണോ ഉത്സാഹം, കർത്താവിനാണോ ഉത്സാഹം? കർത്താവിനാ ഉത്സാഹം. കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നെന്ന്. എന്നാൽ സഭ പറഞ്ഞു അങ്ങ് വരണേ, കുഴപ്പമൊന്നുമില്ല, വന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ. അപ്പോൾ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് 8 വിധ ഉപദേശങ്ങള് ഇന്ന് പ്രചാരത്തിലുണ്ട്. ആ 8 ഞാൻ പറഞ്ഞു. ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടോ? മനസ്സിലായല്ലോ? 8 മനസ്സിലായല്ലോ? ഓക്കെ. ഇന്ന് നമുക്ക് യേശു കർത്താവിന്റെ വരവിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്പമായി ചിന്തിക്കാം. യേശു കർത്താവിന്റെ വരവിന്റെ പ്രത്യേകതകൾ, അത് സംബന്ധിച്ച് 5 വിധ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ സഭയെ പ്രസംഗിക്കണം കേട്ടോ. യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ സംബന്ധിച്ച് എത്ര വിധ കാര്യങ്ങളുണ്ട്? 5 വിധമായ കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ. 1, കർത്താവിന്റെ വരവ് വ്യക്തിപരമായിട്ടുള്ളതാണ്, ഓരോ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്, ഒറ്റ ഗ്രൂപ്പായിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് എ പേഴ്സണൽ കമ്മിങ് ആണ്. ഇത് മേഴ്സി മനോജിന് വേണ്ടിയുള്ളതാണ്, ഇത് സാലി ജോൺസിന് വേണ്ടിയുള്ളതാണ്, സിസ്റ്റർ ശ്രീദേവിക്ക് വേണ്ടിയും പ്രേംകുമാറിന് വേണ്ടിയുള്ളതാണ്, ഇത് റജി അബ്രഹാമിന് വേണ്ടിയുള്ളതാണ്, ഓരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് ഒന്നിച്ച് കൂട്ടിയടിച്ച് സാമ്പാർ പരിപാടിയല്ല ഇത്. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള അവിയൽ പരിപാടിയല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതായ ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ജോൺസൺ ബ്രദറെ, താങ്കളുടെ ഒരു കൺവെൻഷനെ കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാമെന്ന്. അല്ലെങ്കിൽ റജി അബ്രഹാം ബ്രദറെ ഒരു കൺവെൻഷന് കരം ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. അതിനുശേഷം വചനം വായിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, വിശുദ്ധ ജീവിതമില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കർത്താവിന്റെ വഴി പോവോ? ഇല്ല. അപ്പം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം രക്ഷയ്ക്ക് ത്രികാല അനുഭവങ്ങളാണുള്ളത്? കേട്ടിട്ടുണ്ടോ വാക്യം? അക്കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രക്ഷയ്ക്ക് എത്ര കാലമുണ്ട്? ത്രികാല അനുഭവങ്ങൾ അറിയാമോ എന്തൊക്കെയാണെന്ന്? അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാ, അല്ലെങ്കിൽ ഞാൻ അത് പറയാം. അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല. ത്രികാല അനുഭവങ്ങൾ, അതായത് എഴുതി വെച്ചോ. 1, രക്ഷിക്കപ്പെട്ടു. അതിന് പറയുന്ന പേരാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. അതിന് പറയുന്ന വചനത്തിനുമാണ് കൃപമേൽ കൃപ. അതിന് പറയുന്ന തിയോളജിക്കൽ പേരാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. മനസ്സിലായോ? ഇത്രയും പറയുന്നത് മനസ്സിലായോ? അപ്പൊ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പാവത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. ഉണ്ടായി. പറ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഒരു വിടുതൽ കൃപമേൽ ഉണ്ടായി. കൃപ പകർന്നു. ആദ്യം ഏതാണ് ഞാൻ പറഞ്ഞത്? ആദ്യം ഏതാ പറഞ്ഞത്? കൃപമേൽ വിശ്വാസമുള്ള Justification by faith. നീതീകരണം. Justification by faith. പിന്നെന്താ? കൃപമേൽ കൃപ. കൃപമേൽ കൃപ. പിന്നെന്താ? പാവത്തിന്റെ ശക്തിയിന്മേൽ വിജയം. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ളതായ വിടുതൽ. വിടുതൽ. അത്രയും ഞാൻ പറഞ്ഞോളൂ. വേറെന്തെങ്കിലും പറയാനോ? ഇല്ല. അത്ര കാര്യങ്ങള്. ഇനിയും രണ്ടാമത്തതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 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 അതിന് പറയുന്ന പേരാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. ഞാനൊരു തെറ്റ് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്നാമത്തത് രക്ഷിക്കപ്പെട്ടു. അതിനകത്ത് ഞാൻ പറഞ്ഞേതാ? പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള എന്താ പറഞ്ഞേ? ശക്തിയിൽ നിന്നുള്ള വിടുതൽ. അത് കറക്റ്റ് ചെയ്യണം. പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതല്ല, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിട്. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കുക. ഓർക്കാതെ പറഞ്ഞു പോയതാ. അപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു. ഓക്കെ. അതിന് പറയുന്ന പേരെന്താ? വിശ്വാസത്താലുള്ള നീതീകരണം. നീതീകരണം. നിങ്ങൾ എന്നോട് ചേർന്ന് പറയാം, എങ്കിലും നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒത്തുള്ളൂ. വിശ്വാസത്താലുള്ള നീതീകരണം. വേദപുസ്തക ഭാഷയിൽ പറയുന്ന വാക്ക് എന്താണ്? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, സങ്കീർത്തനം 32:5. അതിന് പറയുന്ന സ്ക്രിപ്ചറൽ എവിഡൻസ് ആണ് കൃപമേൽ കൃപ പ്രാപിക്കുക. യോഹന്നാൻ സുവിശേഷം 1:16 വാക്യം. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതിന്റെ റെഫറൻസ് കൃപമേൽ കൃപ. യോഹന്നാൻ 1:16. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? വേണ്ട, ഏകദേശം ഒരു ഇതായി ഇല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് വർത്തമാനകാലത്ത് നടക്കുന്നത്. ഇത് ആദ്യം പറഞ്ഞത് ഭൂതകാലത്ത് നടക്കുന്ന കാര്യമാണ്. രണ്ടാമത്താണ് വർത്തമാനകാലം. അത് പറഞ്ഞത് എന്താണ്? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശദീകരണം. അല്ല, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂവ് ചെയ്തോണ്ടിരിക്കുക, ചലിച്ചോണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് പറയുന്ന തിയോളജി വാക്കാണ് വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ. അതിന് പറയുന്ന വേദശാസ്ത്ര വാക്കാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ. കയ്യിനോട് കർത്താവ് പറഞ്ഞു, പാപത്തിന്റെ വാതിക്കൽ കിടക്കുന്നു, കാൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അത് പാപത്തിന്റെ ശക്തിയില്ല. ആ ശക്തിയെ നീ എന്തെടുക്കണം? കീഴടക്കണം. ഇതിന് പറയുന്ന ബൈബിൾ റെഫറൻസ് ആണ് ബലത്തിന്മേൽ ബലം. സ്ട്രെങ്ത് അപ്പോൺ സ്ട്രെങ്ത്. 84-ാം സംഘത്തിന് 5-ാമത്തെ വാക്യം. 84-ാം സംഘത്തിനും 5-ാമത്തെ വാക്യം. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലാക്കാനുണ്ടോ? ആരെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? ഒന്നുകൂടെ പറയണോ? വേണ്ട. എല്ലാവർക്കും ക്ലിയർ ആയോ? സുമാ സിസ്റ്ററെ മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം.
ഭാവി കാലത്ത് സംഭവിക്കുന്നത്. ഭൂതകാലവും പറഞ്ഞു, വർത്തമാനകാലവും പറഞ്ഞു. ഭാവിയിൽ നടക്കുന്നത് അത് രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെടും. ഇതിന് പറയുന്നതായ വാക്കാണ് തേജസ്കരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ. ഗ്ലോറിഫിക്കേഷൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ പാപത്തിന്റെ പദ്ധതി നമ്മൾ ജീവിച്ചത്. ഗ്ലോറിഫിക്കേഷൻ സംഭവിക്കുന്നതോടുകൂടി പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ സംഭവിക്കുന്നു. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ സംഭവിക്കുന്നു. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് തേജസ്സിന്മേൽ തേജസ്. 2 കൊരിന്ത്യർ 3:18 വാക്യം. തേജസ്സിന്മേൽ തേജസ്. ഇതാ രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ എന്ന് പറയുന്നത്. നോക്കണം, ഈ ചാർട്ട് നിങ്ങൾ നന്നായി പഠിക്കണം, കാണാപ്പാടം പഠിച്ചു വയ്ക്കണം. വിശ്വാസികൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഈ ചാർട്ട് പറയണം. ഒരിക്കൽ ഒരു കൺവെൻഷന് നിന്ന് ഇനി ആർക്ക് വേണം യേശുവിനെ, ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാനുണ്ടോ എന്ന് ചോദിക്കുക, കൈ ഉയർത്തി പിടിച്ചു. യേശുവിനെ സ്വീകരിച്ചു. അതോടുകൂടി രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ഒക്കത്തില്ല. മനസ്സിലായോ? ബ്രദറുകാർ പഠിപ്പിക്കുന്നത് ഒരിക്കലും രക്ഷിക്കപ്പെട്ട എല്ലാം ഓക്കെ ആയി, പിന്നെ നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഏത് ദൗത്യവാസമോ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. രക്ഷ നഷ്ടപ്പെടുത്തരുത് അവർ പഠിപ്പിക്കുന്നത്. അതറിയാവുന്ന നിങ്ങൾക്ക് ബ്രദറുകാർ പഠിപ്പിക്കുന്നത് എന്താണ്? രക്ഷ നഷ്ടപ്പെടുത്തരുതാണ്. എന്താണ്? തെറ്റായ ഉപദേശമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ 3 സ്റ്റേജുകളിൽ കൂടെ പോകണം. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? വിശ്വാസമുള്ള നീതീകരണം. രണ്ടാമത്തെ സ്റ്റേജ് എന്താ? വിശുദ്ധീകരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഡേ ടു ഡേ ലൈഫിൽ നടക്കേണ്ടതാണ്, ദിനംതോറും നടക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തതാണ് എന്ത്? രക്ഷിക്കപ്പെട്ട് വിശ്വാസമുള്ള നീതീകരണം പ്രാപിച്ച് സാങ്ക്ടിഫിക്കേഷൻ പ്രാപിച്ചവർക്ക് ഒരു കാര്യമുണ്ട്. എന്താ? ഗ്ലോറിഫിക്കേഷൻ. തേജസ്കരണം പ്രാപിക്കും. അതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്കിൽ വായിക്കുന്നത്. നാം രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് നാം രൂപാന്തരപ്പെടും, തേജസ്കരണം പ്രാപിക്കും. മനസ്സിലായല്ലോ? അതിന്റെ ബാക്കി വിഷയങ്ങളെല്ലാം ഞങ്ങളുടെ പറഞ്ഞു. ബലത്തിന്മേൽ ബലം, പിന്നെന്താ? കൃപമേൽ കൃപ, തേജസ്സിന്മേൽ തേജസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, വിശുദ്ധന്മാരെല്ലാവരും മനസ്സിലാക്കണം. ഈ കർത്താവിന്റെ വരവെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഒരു സഭയിലുള്ള എല്ലാവരെയും ചേർക്കുവാൻ കർത്താവ് വരുന്നില്ല. വരുന്നോ? ഏതെങ്കിലും ഒരു ഡിനോമിനേഷന് വേണ്ടിയല്ല കർത്താവ് വരുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ദേശത്തിന് വേണ്ടിയല്ല കർത്താവ് വരുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ വരുന്നത്? വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ട് ബന്ധമുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഹലോ, ദൈവവചനം കേട്ടോ? നിങ്ങള് മനസ്സിലായോ? ഒരു പ്രസ്ഥാനത്തിൽ IPC-ക്കാരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും കത്തോലിക്ക സഭയിൽ പോലും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ കർത്താവ് ചേർക്കുവാനാണ് വരുന്നത്. രഹസ്യമായിട്ട് കർത്താവിനെ സേവിക്കുന്ന അനേക ഹിന്ദുക്കളുണ്ട്. അവർ ഹിന്ദുമതത്തിലെ അംഗങ്ങളല്ല. അവർ രക്ഷിക്കപ്പെട്ട് രഹസ്യമായി സ്നാനപ്പെട്ട് ഹൈന്ദവ ഭവനങ്ങളിൽ താർക്കുന്നതേ ഉള്ളൂ. എനിക്കറിയാം അനേക ഗോപാലന്മാരെ, എനിക്കറിയാം അനേക നമ്പൂതിരിപ്പാടുമാരെ, എനിക്കറിയാം. തിരുവല്ല സാഹിബിന്റെ ആശുപത്രിയില് വർഷങ്ങൾക്ക് മുൻപ് ഒരു നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. KN നമ്പൂതിരിപ്പാട്, ഡോക്ടർ KN നമ്പൂതിരിപ്പാട്. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യനാണെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല.
പക്ഷെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നോട് രക്ഷിക്കപ്പെട്ട വിധങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ട്. അപ്പൊ കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമാണ്, പേഴ്സണൽ അനുഭവമാണ്. ഇത് സഭാ വിശ്വാസിയെ സ്വീകരിക്കുവാനോ, ഒരു പ്രസ്ഥാനത്തിലുള്ളവരെ സ്വീകരിക്കുവാനോ, ഒരു ദേശക്കാരെ സ്വീകരിക്കുവാനോ, ഒരു ഭവനക്കാരെ സ്വീകരിക്കുവാനോ അല്ല കർത്താവ് വരുന്നത്. വ്യക്തിപരമായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഒരിക്കൽ ബില്ലി ഗ്രഹാം ഇങ്ങനെ പ്രസ്താവിച്ചു, കർത്താവ് മടങ്ങി വരുമ്പോൾ 3 അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ബില്ലി ഗ്രഹാം പറഞ്ഞതാ, ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാ. കർത്താവ് മടങ്ങി വരുമ്പോൾ 3 അത്ഭുതങ്ങൾ നടക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഇല്ല, ഞാൻ പറയാം. ഒന്ന്, ഞാൻ പ്രതീക്ഷിച്ച പലരും കർത്താവിന് മടങ്ങി വരവിൽ കാണത്തില്ല. ഞാൻ പ്രതീക്ഷിച്ച പലരും കർത്താവിന് മടങ്ങി വരവിൽ കാണുകയില്ല, കാണത്തില്ല. അതായത് ഞാൻ പ്രതീക്ഷിക്കുക, അങ്ങനെ ചുമ്മാ പറയുക കേട്ടോ, സീനാബി രാജ് കർത്താവിന്റെ വരവിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക, പക്ഷെ കർത്താവ് വരുമ്പോൾ കാണത്തില്ല. ഞാൻ പ്രതീക്ഷിക്കുക സജി കർത്താവിന്റെ മടങ്ങിൽ കാണുമെന്ന്, പക്ഷേ കർത്താവിന്റെ മടങ്ങി വരുമ്പോൾ ഞാൻ കാണത്തില്ല. അപ്പൊ ബില്ലി ഗ്രഹാം പറഞ്ഞത്, നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ ചിലരൊക്കെ പറയും, ഫസ്റ്റ് കെ എബ്രഹാം, ഫസ്റ്റ് ടി എം വർഗീസ്, ഫസ്റ്റ് എ സി ഷാമുവല്, അങ്ങനെയൊക്കെ ചിലരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരെല്ലാം സ്വർഗത്തിൽ കാണുന്നത് നമ്മൾ പറയുക. അല്ല, ബില്ലി ഗ്രഹാം പറയുന്നത് കേൾക്കണേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും കർത്താവിന് മടങ്ങി വരവെങ്കിൽ കാണുകയില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും കർത്താവിന് മടങ്ങി കാണും. നമ്മൾ പറയാത്ത പലരും എന്തെടുക്കും? കർത്താവിന് വരവെങ്കിൽ കാണും. മനസ്സിലായോ? അതായത് നമ്മൾ പലരെയും എഴുതി തള്ളി. ഞാനവിടെ കാണും. ആരവിടെ കാണും? മൂന്നാമത്തെ അത്ഭുതം ഞാൻ അവിടെ ഉണ്ടെന്ന്. മൂന്നാമത്തെ അത്ഭുതം സീനാബി രാജ് പറയുന്നു, ആ അത്ഭുതം ഞാൻ അവിടെ കാണും. എന്ത് പറഞ്ഞാലും മനസ്സിലായോ? ഇതാണ് ബില്ലി ഗ്രഹാം പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നല്ല സ്വപ്നം പറയാൻ തോന്നുന്നുണ്ടോ? കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് പോകുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ചില വാക്കുകൾ കുറിച്ച് വെച്ചാല് വേഗത്തിൽ നിന്ന് ആ റെഫറൻസുകളൊന്ന് എഴുതിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 14:3, യോഹന്നാൻ 14:3, 21-22 ഇത് നിങ്ങൾ വായിക്കണേ, വായിച്ച് പഠിച്ചോണം. അടുത്തത് ഫിലിപ്പിയർ 3:20, 1 തെസ്സലോനിക്കർ 4:16, എബ്രായർ 9:28, യാക്കോബ് 5:7, എബ്രായർ ഒന്നിട്ട് പറയാം. എബ്രായർ 9:28, 9:28, ഓക്കെ ഓക്കെ. യാക്കോബ് 5:7, 1 യോഹന്നാൻ 2:28, 3:2. ഫിലിപ്പിയർ എന്ന് പറയണേ. ഫിലിപ്പിയർ 3:20, 3:20, തെസ്സലോനിക്കർ 4:16. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് വായിക്കട്ടെ. യോഹന്നാൻ 14:3, 21-22, ഫിലിപ്പിയർ 3:20, 1 തെസ്സലോനിക്കർ 4:16, എബ്രായർ 9:28, യാക്കോബ് 5:7, 1 യോഹന്നാൻ 2:28, 3:2. 1 യോഹന്നാൻ കിട്ടിയോ? ഇല്ല, 1 യോഹന്നാൻ 2:28. 2:28, 3:2. ഓക്കെ, 3:2. ഓക്കെ 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 ആയോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമാണ്. വ്യക്തിപരമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ, ഇപ്പോൾ മുതല് എന്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന 17 പേര്, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് രാത്രി ഇതിന് വരവാണെങ്കിൽ ഞാൻ കൈവിടപ്പെടാതിരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ. അല്ല, കർത്താവേ, എന്റെ മരണമാണെങ്കിൽ ആ കാഹളനാദത്തിൽ ഉയർക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ട് എന്റെ ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് പഠനം മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒരുക്കുവാൻ വേണ്ടിയുള്ള ക്ലാസ് ആയി തീരണമെന്നാണ് എന്റെ ആഗ്രഹം. ആമേൻ ആമേൻ നമ്മൾ ആമേൻ. ഇത്രയൊക്കെ പഠിച്ചു, ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് കർത്താവിന് വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയ എന്തോ പ്രയോജനമാ. ഒരു പ്രയോജനമില്ല. ഏ, സ്തോത്രം. ഞാനിങ്ങനെ രസകരമായ രീതിയിൽ ഒരു കാര്യം പറയാറുണ്ട്. ഞങ്ങൾക്ക് തേങ്ങ വെട്ടാൻ വരുന്ന ഒരു രാഘവ മൂപ്പനുണ്ട്. ആ രാഘവ മൂപ്പൻ ഞങ്ങൾക്ക് തേങ്ങ വെട്ടാൻ വരുന്നുണ്ട്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത ഒരു ആയതുകൊണ്ട് അദ്ദേഹം നരകത്തിലേക്ക് പോയി. ഞാന് രക്ഷിക്കപ്പെട്ട പാസ്റ്റർ, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ആളാ. ഞാനും മരിച്ചു, നേരെ നരകത്തിലേക്ക് പോയി. ഞാൻ നരകത്തിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം രാഘവൂപ്പൻ എന്നോട് ചോദിക്കുക, അയ്യോ എന്റെ മോനെ നീ ഇങ്ങ് വന്നോ എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നരകം വേറെ ഉണ്ടോ? സ്തോത്രം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നമ്മളാരും കൈവിടപ്പെടാതിരിക്കാൻ വേണ്ടി ശക്തമായി ആമേൻ. പ്രാർത്ഥിച്ചോണം. Praise the Lord. പ്രാർത്ഥിച്ചാൽ Hallelujah. മാത്രം പോരാ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദിനംതോറും ശുദ്ധീകരിച്ചുകൊണ്ട് തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് വചനത്താൽ വിടുതൽ പ്രാപിച്ച് സാത്താന്യ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുൻപോട്ട് പോകാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കണം. ഓക്കെ ആമേൻ. ഓക്കെ 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 അതാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കർത്താവിന്റെ വരവിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ളതാണ് കർത്താവിന്റെ വരവിന്റെ രണ്ടാമത്തെ പ്രത്യേകത. എന്താണ്? അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു കർത്താവ് എങ്ങനെ വരും? കള്ളനെ പോലെ വരുമെന്നാണ്, അല്ലേ? പറയാതെ വരും, എനിക്കത് വരും. ഇന്നിപ്പോ വരുമെന്ന് ആർക്ക് പറയാനൊക്കത്തില്ല, അല്ലേ? പിതാവല്ലാതെ പുത്രൻ കൂടെ അറിയുന്നില്ല, അല്ലേ? വേറൊരു വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ വായിക്കാൻ കഴിയുന്നുണ്ട്. അന്ന് രണ്ടുപേർ വീട്ടിൽ പൊടിച്ചുകൊണ്ടിരിക്കും, രണ്ടുപേർ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് പറയുന്നു രണ്ടുപേർ കിടക്കയിൽ മേലായിരിക്കും. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ എടുക്കപ്പെടും. അതെ, എന്താ അതിന്റെ അർത്ഥം? രണ്ടുപേർ വയലിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാ? പകല്. പകല്. രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, അതെപ്പോഴാ? അതും പകല്. അതും പകൽ. പറയാ, മനസ്സിലായില്ല. പകല് പകൽ. പകല് പകൽ. പകലല്ല, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വൈകിട്ട് 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 വൈകിട്ട്, ഈവനിങ് ആണ്. രണ്ടുപേർ കിടക്കയിലായിരിക്കും, അതെപ്പോഴാ? രാത്രി രാത്രി. ആ, ഇത് ഏതൊക്കെയാ കാണിക്കുന്നത്? രണ്ടുപേർ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. ഏത് രാജ്യത്തെ കാണിക്കുന്നത്? പകലാന്ന് പറഞ്ഞത് ഏത് രാജ്യത്തെ കാണിക്കുന്നത്? അത് നമ്മുടെ ഭാരതത്തിലുള്ളവരും മറ്റുള്ളവരും. ഭാരതത്തിലുള്ള കാണിക്കുന്നത്. രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാ കാണിക്കുന്നത്? അത് UK പോലെയുള്ള സ്ഥലമായിരിക്കും. UK പോലുള്ള യഹൂദന്മാരെയൊക്കെയാണ് അത് കാണിക്കുന്നത്. അവരുടെ വൈകിട്ടാണ് അവരുടെ അത്താഴം, മുത്താഴം. രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ അത് അമേരിക്കക്കാരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർക്കുന്നു ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ നിന്നും വ്യാഴാഴ്ച രാത്രിയില് ഫ്ലൈറ്റിൽ കയറി. രാത്രിയില 9 മണിക്കാണ് ഫ്ലൈറ്റിൽ കയറിയത്. ഒരു 3-4 മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോൾ, ഫ്ലൈറ്റ് ഓടിക്കഴിഞ്ഞപ്പോൾ എത്ര മണിയാകണം? 12-1 മണിയാകണം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷേ ഞാൻ ചെന്ന് ഇറങ്ങി എവിടെയാണെന്നറിയാവോ? ആംസ്റ്റർഡാമിലാണ്. അവിടെ നട്ടുച്ചയാണ്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നട്ടുച്ച. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞപ്പോൾ, ഫ്ലൈറ്റ് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും രാത്രി. എവിടാ വന്നറിയാമോ? ദുബൈയില്, കുവൈറ്റിലാണ്.
4 മണിക്കൂർ ഓടുമ്പോൾ പിന്നെ രാത്രിയാണ്, നേരം വെളുക്കല്ലേ വേണ്ടത്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു 4.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോൾ കൊണ്ട് നേരം എടുത്തു ഇന്ത്യയിൽ. പാരത്യം. ഇന്ത്യയില് മനസ്സിലായോ? അപ്പൊ സമയത്തിന് വ്യത്യാസം നോക്കിക്കേ. ഉം. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന്റെ വ്യത്യാസം ഭൂലോകത്തിലൊക്കെയും ഉണ്ട്. അപ്പോൾ കർത്താവ് വരും, ഒരു സമയത്താണ് വരുന്നത്. പക്ഷെ വിവിധ രാജ്യങ്ങളില് ഒരു സമയത്ത് കൃഷി ചെയ്യുന്ന സമയമായിരിക്കും, ഒരു സമയത്ത് വൈകിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, ഒരു സമയത്ത് രാത്രി ഇതെല്ലാം പക്ഷെ ഒറ്റ സമയമാണ്. 3 സമയത്ത് വരുന്നതല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് മടങ്ങി വരുന്നത്. വാക്യങ്ങൾ എഴുതി വെച്ചാട്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 24, 24, 32 to 51. അടുത്തത് 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഉം. മർക്കോസ് 13-ന്റെ 32 മുതൽ 37 വരെ. അവസാനമായിട്ട് 2 പത്രോസ് 3-ന്റെ 8 മുതൽ 17 വരെ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വരവ് എന്താണ്? അപ്രതീക്ഷിതമായിട്ടുള്ളതാണ്. ആർക്ക് പറയാനൊക്കത്തില്ല ഇതിന്റെ ഒപ്പം കർത്താവ് വരും. എന്റെ കർത്താവ്, എനിക്ക് വയ്യ, എന്റെ സിസ്റ്ററേ, എനിക്ക് വയ്യ. മാത്യു 24 തൊട്ട് 32, 32 to 50. പിന്നെ 25, chapter 25, 1 to 13. ആ. മാർക്ക് chapter 13, 32, 37. Second Peter chapter 2, 8 to 17. 2 പത്രോസ് 3-ന്റെ 8 to 8 മുതൽ 17 വരെ. 17. ആ, 8 തൊട്ട് 2 അല്ല 17. 3 ആണ് കേട്ടോ. ആ, 2 Peter 3 കിട്ടിയോ? മൂന്നാ. സിസ്റ്ററെ, കിട്ടിയോ? ഒന്നുകൂടെ പറയണോ? കിട്ടി. മൂന്നാമത്തത് മൂന്നാമത്തത് കർത്താവിന്റെ വരവ് പെട്ടെന്നാണ്, സഡൻ. മൂന്നാമത്തത് കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത എന്താണ്? അത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് സംഭവിക്കുന്നു. വാക്യം കുറിച്ച് വെച്ചോ. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 26 മുതൽ 28 വരെ. 24-ന്റെ 26 മുതൽ 28 വരെ എഴുതിയോ? മത്തായി 24-ന്റെ 26 മുതൽ 28 വരെ. 1 Corinthians 15-ന്റെ 51, 1 Corinthians 15-ന്റെ 51, എബ്രായർ 10:37, വെളിപ്പാട് 22:12. 10-ന്റെ 37. 10-ന്റെ 37, വെളിപ്പാട് 22:12. ഓക്കെ. അടുത്തത് 4-ാമത്തെ കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ മഹത്വത്തിന് ദൂതന്മാരുമായിട്ട് മടങ്ങി വരും. പിതാവിന്റെ മഹത്വത്തിന് ദൂതന്മാരുമായിട്ട് മടങ്ങി വരും. ഹല്ലേലൂയ. സ്വത്രം 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 സ്വത്രം. ആമേൻ. സ്വത്രം. പിതാവിന്റെ മഹത്വത്തിനായിട്ട് ദൂതന്മാരുമായിട്ട് മടങ്ങി വരും. റഫറൻസ് മത്തായി 16:27, മത്തായി 16:27, മത്തായി 16:27, 19:28, 19:28. മത്തായി തന്നെ അല്ലേ? ഓക്കെ. 19:28, 25-ന്റെ 31, 25-ന്റെ 31 മത്തായി. ഓക്കെ. മർക്കോസ് 13:26, മാർക്ക് 13:26,
26 2 തെസ്സലോനിക്കർ 1:7. 1:7 2 ദിവസം വിളിക്കാം. ആ 2 തെസ്സലോനിക്കർ 1:7 മുതൽ 10 വരെ. തീത്തോസ് 2:13. ടൈറ്റസ് ഓക്കെ. അവസാനമായിട്ട് 5-ാമത്തെ പ്രത്യേകത, കർത്താവിന്റെ മടങ്ങി വരവ് യേശു തന്റെ സ്വന്തം ശരീരത്തിലും എല്ലാവർക്കും ദർശിക്കത്തക്ക വിധത്തിലുമാണ് മടങ്ങി വരുന്നത്. യേശു അവിടുത്തെ സ്വന്തം ശരീരത്തിലും എല്ലാവർക്കും ദർശിക്കത്തക്ക വിധത്തിലുമാണ് മടങ്ങി വരുന്നത്. ദർശിക്കുന്നത് ദർശിക്കത്തക്ക വിധത്തിലുമാണ് മടങ്ങി വരുന്നത്. വരും. ഓക്കെ, ഇതാണ് അതിന് വാക്യം. പ്രവർത്തികൾ 1:10 വാക്യം. പ്രവർത്തികൾ 1:10 വാക്യം. അടുത്തത്, ഇനി അടുത്ത ഹെഡിങ്, കർത്താവിന്റെ വരവ് വിശ്വാസികൾക്ക് എന്താണ്? അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. കർത്താവിന്റെ മടങ്ങി വരവ് വിശ്വാസികൾക്ക് എന്താണ്? പുനരുദ്ധാനം. ഏ പുനരുദ്ധാനം വിശ്വാസികൾക്ക് പുനരുദ്ധാനം. വിശ്വാസികൾക്ക് എന്താണ്? അതിന്റെ വിശ്വാസികൾക്കുള്ള പ്രത്യേകത എന്താണ്? അത് 5 കാര്യങ്ങൾ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സഭയെ പ്രസംഗിക്കണം, പഠിപ്പിക്കണം. വിശ്വാസികൾക്ക് എന്നും ദാവീദിന്റെ കഥയെ കൊണ്ട് നിൽക്കാതെ ഇതൊക്കെ പഠിപ്പിക്കണം. കർത്താവിന് വരവിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണം കേട്ടോ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് വിശ്വാസികളെ ബോധവാന്മാരാക്കണം. ഓക്കെ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് വിശ്വാസികളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് നമ്മുടെ പ്രത്യേകത. എന്നും ദാവീദ് ഗോലിയാത്തും പ്രസംഗിച്ച് ഇപ്പം സഭയിൽ ദാവീദ് ഗോലിയാത്ത് മാത്രമേ ഉള്ളൂ, അല്ലേ? ദാവീദ് കല്ല് വലിച്ചെറിയുന്നു, ഗോലിയാത്ത് വാളും കൊണ്ട് നിൽക്കുന്നു. ഒറ്റ എണ്ണന്മാർക്ക് പ്രത്യാശയില്ല. കർത്താവ് ഒരു ചിന്തയില്ല, വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. ആകെ വിശ്വാസികൾക്ക് വേണ്ട ഇളക്കപ്പരിപ്പുമാണ്. അതെ. കുറച്ചേറെ വിളകി കഴിഞ്ഞാൽ അങ്ങ് വലിയ കാര്യമാണ്. ഡ്രം അടിച്ച് പൊട്ടിച്ച് വചനം അറിയത്തേ ഇല്ല. ഞാൻ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം BP പാസ് പറഞ്ഞു ഞാൻ അന്യഭാഷയ്ക്ക് എതിര് പറയുന്നത്. അല്ലല്ല, ഞാൻ ഒരിക്കലും അന്യഭാഷയ്ക്ക് എതിര് പറയുന്ന ആളല്ല. ഞാൻ ഇന്നും അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ ഉപയോഗിക്കുന്നവനാണ്. ഞാൻ ആത്മാവിൽ നിറഞ്ഞവനാണ്, ആത്മാഭിഷേകം പ്രാപിച്ചവനാണ്. പക്ഷെ അത് മാത്രമല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ അധികരിക്കപ്പെട്ട് അത് മുൻപോട്ട് പോകണം. എന്റെ ആശയത്തോട് യോജിക്കുന്നത് എത്ര വേണമെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് അന്യഭാഷ മാത്രം പറയുന്നതല്ല വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ നോക്കി പാർക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് വരുവോളം നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ടെന്ന്. ഞാനത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാസു പറഞ്ഞു, നന്നായിട്ട് നല്ല ഒരു ക്ലാസ് ആയിരുന്നു പറഞ്ഞു. അവർക്കാരും ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല. ഇതൊന്നും അവർ കേട്ടിട്ട് പോലുമില്ല. നിങ്ങളിൽ പലരും ഇതൊന്നും കേട്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പം കർത്താവിന്റെ വരവിന്റെ വിശ്വാസികൾക്ക് എന്താണ്? 5 കാര്യങ്ങൾ, കുറെ വാക്യങ്ങൾ ഞാൻ പറയാൻ പോവാ. 1, ഒരു ദൈവ പൈതലിന്റെ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. ഒരു ദൈവ പൈതലിന്റെ ഭാഗ്യകരമായ പ്രത്യാശയാണ് കർത്താവിന്റെ മടങ്ങി വരവ്. വാക്യം തീത്തോസ് 2:12-13 വാക്യങ്ങൾ. തീത്തോസ് 2:12-13 വാക്യങ്ങൾ. 2, കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ഒരു പരിഹാസ വിഷയമാണ്. നമ്മളെല്ലാവരും പരിഹസിക്കപ്പെടുന്ന 2000 വർഷമായി കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞ് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. എത്രയോ പേര് നമ്മളെ കളിയാക്കുന്നുണ്ടല്ലേ, ഇല്ലയോ? എത്രയോ പേര് നമ്മളെ പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് റജി അബ്രഹാമിനെ പോലുള്ള ഭാഷന്മാര് വലിയ 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 മാളികൾ പണിത് കൂട്ടുക. അതെ അതെന്തിനാ? ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് പറയാൻ വേണ്ടി. ഒരിക്കലും പാസ്റ്റോട് പറഞ്ഞ് ചോദിച്ചു, ഒരു ഹൈന്ദവൻ ചോദിച്ചു, പാസ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുന്ന കേട്ടല്ലോ കർത്താവ് ഇപ്പം വരുമെന്ന്, പിന്നെ എന്തിനാ ഇത്രയും വലിയൊരു മാളിക പണിയുന്നെന്ന് ചോദിച്ചു. ഈ പാസ്റ്റർക്ക് മറുപടിയില്ല. കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് പറഞ്ഞു, അതേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയുന്നതാ, കർത്താവ് വരുമ്പോൾ ഞാനങ്ങ് പോവും, പിന്നെ നിങ്ങൾ എടുത്തോണം. നല്ല ആൻസർ. പരിഹാസ വിഷയമാണ് നമ്മുടെ അല്ലേ. കർത്താവിന്റെ വരവെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കർത്താവ് വന്നില്ല, 2000 വർഷത്തോളം അധികമായി കർത്താവ് വരാമെന്ന് പറഞ്ഞു. ഇതാ ഞാൻ വേഗം വരുമെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. ജോൺസൺ ബ്രദറെ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ദൈവമേ എന്ന് വിളിക്കുന്ന സമയം മതി. രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു ദൂരം. ദൈവമേ എന്ന് വിളിക്കുമ്പോ അവിടെ എത്തും. ഒരിക്കൽ കൊച്ചനെ അച്ഛനോട് ചോദിച്ചു, അച്ഛോ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു. അച്ഛൻ ചിരിച്ചിട്ട് ചോദിച്ചു, നീ എന്തുവാണ് വിഡ്ഢിത്തരം പറയുന്നത്? അല്ലച്ചോ, ഞാൻ ചോദിച്ചതിന് കറക്റ്റ് ആൻസർ അച്ഛൻ പറ. അച്ഛൻ അറിയത്തില്ല. അപ്പൊ ഈ കൊച്ചൻ പറഞ്ഞു 5 ദിവസം. അപ്പൊ അച്ഛൻ ചിരിച്ചിട്ട് ചോദിച്ചു, അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ, അത് കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയിട്ട് എത്രാം ദിവസം പരിശുദ്ധാത്മാവ് മടങ്ങി വന്നെന്ന് ചോദിച്ചു. 40 ദിവസം കർത്താവ് ഭൂമിയിലുണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിലേക്ക് ആര് വന്നത്? 50-ാം ദിവസം പരിശുദ്ധാത്മാവ് വന്നത്. അപ്പൊ എത്ര ദിവസം ഉണ്ട്? 10 ദിവസം. അപ്പൊ ഈ കൊച്ചൻ പറയുകയാണ്, 5 ദിവസം സ്വർഗത്തിലേക്ക് പോകാനും 5 ദിവസം പരിശുദ്ധാത്മാവ് താഴോട്ട് വരാനും. നിങ്ങക്ക് മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞ കഥ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ 5 ദിവസത്തെ യാത്രയുള്ള ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ഇത്രയും 2000 വർഷത്തെ യാത്ര കർത്താവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പരിഹസിക്കുക. അപ്പം കർത്താവിന്റെ വരവെന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഒരു പരിഹാസ വിഷയമാണ്. അത് സാധിച്ചിട്ടില്ല, ഇതുവരെയും സാധിച്ചിട്ടില്ല. കർത്താവ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ഉള്ള വാസിമാര് മുഴുവൻ ക്രിസ്റ്റയുടെ കാർ മേടിക്കുന്നു, ഇന്നോവ ക്രിസ്റ്റ മേടിക്കുന്നു. പിന്നെന്തുവാ, വലിയ വലിയ മാളികൾ പണിത് കൂട്ടുന്നു, നിലത്തോട് നിലം കൂട്ടുന്നു, പുരയിടത്തോട് പുരയിടം കൂട്ടുന്നു, ബാങ്കിൽ ഡിപ്പോസിറ്റ് വർദ്ധിക്കുന്നു. ഇതൊരു പരിഹാസ വിഷയമല്ലേ? ചില വാക്കുകൾ എഴുതി വെച്ച് 2 പത്രോസ് 3:3 വാക്യം. 3:3. 2 പത്രോസ് 3:3 വാക്യം, 4:11-12 4:11-12 വാക്യങ്ങൾ. പരിഹാസ വിഷയം. 3, കർത്താവിന്റെ മടങ്ങി വരവ് ക്രിസ്തുവിൽ വസിക്കുവാനുള്ള അവസരമാണ്. കർത്താവിന്റെ മടങ്ങി വരവ് എന്താണ്? ക്രിസ്തുവിൽ വസിക്കുന്നതിനുള്ള അവസരമാണ്. എബ്രായർ 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28. ഫിലിപ്പിയർ 3:1 വാക്യം. 4 ഫിലിപ്പിയർ 3:1. ഓക്കെ. 4, വിശുദ്ധന്മാർ ക്ഷമയോടെ കാത്തിരിക്കണം. വിശുദ്ധന്മാർ ക്ഷമയോടെ കാത്തിരിക്കണം. ശ്രീദേവി സിസ്റ്ററെ, മനസ്സിലാവുന്നുണ്ടോ സംഗതികളെ? കിട്ടുന്നുണ്ടോ? ഉണ്ടോ ഇവിടെ? ഉണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. അത്താഴത്തിനാണോ? ഓക്കെ. വിശുദ്ധന്മാർ ക്ഷമയോടെ കാത്തിരിക്കണം.
എബ്രായർ 9:28, 10:37. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവർ വരും, താമസിക്കുകയുമില്ല. 10:37. യാക്കോബ് 5:7-8 വാക്യങ്ങൾ. യാക്കോബ് 5:7-8 വാക്യങ്ങൾ. അവസാനമായിട്ട് വിശ്വാസികളുടെ പ്രാർത്ഥനാ വിഷയമാണിത്. വെളിപ്പാട് 22:20 വാക്യം. വെളിപ്പാട് 22:20 വാക്യം. അപ്പം ആ സെക്ഷൻ തീർന്നു. കർത്താവിന് വണങ്ങിയ വിശ്വാസികൾക്ക് എന്താണെന്നുള്ള ആ വിഷയം തീർന്നു. Revelation പ്രാർത്ഥനാ വിഷയം വെളിപ്പാട് 22:20. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക്. കർത്താവ് എന്തിനാ വരുന്നത്? വരവിന്റെ ഉദ്ദേശം. എന്റെ രണ്ടാമത്തെ പറഞ്ഞു കർത്താവ് എന്തിനാണ് മടങ്ങി വരുന്നത്? കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ്? എന്തോ അത് പറഞ്ഞായിരുന്നു സാറേ. 5 പോയിന്റ് ആണോ? 5 പോയിന്റ്. പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു സാറേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം സാറേ. രണ്ടാമത്തെ ഏതാ? അതിനകത്തില്ലേ പരിഹാസ വിഷയമാണെന്നുള്ള. ദൈവമക്കൾക്ക് പരിഹാസ വിഷയമാണ്. അല്ല, വരവിന്റെ ഉദ്ദേശത്തിന് അത് പറഞ്ഞായിരുന്നു ഞാന്. 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട് സാറേ. കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാ? തനിക്കുള്ളവരെ തന്നോട് ചേർക്കുവാൻ. ഉണ്ടല്ലോ. എന്തോ തനിക്കുള്ളവരെ തന്നോട് ചേർക്കുവാൻ, താഴ്ചയുടെ ശരീരത്തിൽ പറഞ്ഞിട്ടുണ്ട്. കണക്ക് പറഞ്ഞിട്ടുണ്ട് തീർക്കുവാൻ. സാറേ. അതെ, അത് പറഞ്ഞല്ലോ. വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകുവാൻ. സാർ എഴുതിയിട്ടുണ്ട്. 5 തീർന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗം കൂടെ. എന്തോ അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാൻ പോവാ. അല്ല, ഒന്നല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എപ്പോൾ വരും? പറഞ്ഞുതരാം. എഴുതിയിട്ടില്ലെന്ന്. അയ്യോ, എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ പിന്നെ മേടിച്ചോളാം. ജോൺസൺ. ഓക്കെ, ഇനിയും കർത്താവ് എപ്പോൾ വരും? കർത്താവ് ഉദ്ദേശം പറഞ്ഞു, 5 പറഞ്ഞു. വരവിന്റെ ഉദ്ദേശങ്ങൾ 5 അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാന്ന് പറഞ്ഞു. കർത്താവ് എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റുമോ സാറേ? അതാ പറയാൻ പോകുന്നത്. 8 കാര്യങ്ങളെ പറയാൻ പോവാ. കർത്താവ് എപ്പോൾ വരും, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ട് എപ്പോൾ വരുമെന്നുള്ളത്. കേട്ടോ രഞ്ജി ബ്രദറെ? കർത്താവ് എപ്പോൾ വരും? 8 വാക്യങ്ങളുണ്ട്. 1, ഏത് സമയത്തും വരാം. മർക്കോസ് 13:35. ഏത് സമയത്തും വരാം. സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും വരാം. മർക്കോസ് 13:35. ലൂക്കോസ് 17:34, 36 വാക്യങ്ങൾ. ഏത് സമയത്തും വരാം. സന്ധ്യയ്ക്ക് വരാം, അർദ്ധരാത്രിക്ക് വരാം, കോഴി കൂകുമ്പോൾ വരാം, പകൽ വരാം, ഉച്ചയ്ക്ക് വരാം, വൈകിട്ട് വരാം, എപ്പോ വേണമെങ്കിലും വരാം. പറയാനായിട്ട് കഴിയത്തില്ല. 34 മുതൽ 36 വാക്യം. 34 വരെ. ഓക്കെ. 2, നിനക്കാത്ത നാഴികയിൽ വരാം. നിനക്കാത്ത നാഴികയിൽ വരാം. മത്തായി 24:44. മത്തായി 24:44. 3, പെട്ടെന്ന് വരാം. മത്തായി 24:27. മത്തായി 24:27 വാക്യം. 4, വേഗത്തിൽ വരാം. വെളിപ്പാട് 22:7. റെവല്യൂഷൻ എത്ര പറഞ്ഞു? 22:7. ഓക്കെ സർ.
മേശ അടുത്തത് 6, അല്ല, അഞ്ച് 5. 5 ആരും അറിയാതെ വരാം. ആരും അറിയാതെ വരാം. 2 പത്രോസ് 3:10. 2 പത്രോസ് 3:10. അടുത്ത 6-മത്തത്, പിതാവ് മാത്രം അറിയുന്നു, പുത്രൻ വരാൻ പോലും അറിയുന്നില്ല, പിതാവ് മാത്രം അറിയുന്നു. മത്തായി 24:35. 24:35 വാക്യം. 7 കള്ളൻ വരുന്നത് പോലെ വരാം. 1 തെസ്സലോനിക്കർ 5:1-2 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5:1-2 വാക്യങ്ങൾ. കള്ളം വരുമ്പം സുമസിസ്റ്റർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാണ് വരുന്നത്. അല്ല. ഞാന് ഇത്ര മണിക്ക് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണ്, അറിയിക്കുവോ? ഇല്ല. ഇല്ല. കള്ളം എന്തിനാ കള്ളം വരുന്നത്? മോഷ്ടിക്കാൻ. മോഷ്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പറ. നമ്മുടെ നല്ല സാധനം എടുക്കാൻ. വീട്ടിൽ പോകാനാണ് വരുന്നത്. കൊടുക്കുവാനും മോഷ്ടിക്കുവാനും. അല്ല, മോഷ്ടിക്കാനാ വരുന്നത്. ആ മോഷ്ടിക്കാൻ വരുമ്പോൾ മുറ്റത്ത് കിടക്കുന്ന കൊട്ട എടുത്തിട്ട് പോകാനാണോ വരുന്നത്? അല്ല, എല്ലാം വില കൊടുക്കാൻ. വിലപിടിപ്പുള്ള സാധനം കൊണ്ട്. എല്ലാം ഏറ്റവും നാടിപൊളി സാധനം. എന്തിനാ കള്ളം വരുന്നത്? വിലപിടിപ്പുള്ള സാധനങ്ങൾ. വിലപിടിപ്പുള്ള സാധനം എടുക്കാൻ. ഏറ്റവും വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള സാധനം. എന്താ വിലപിടിപ്പുള്ളത്? കർത്താവ് സ്വർണ്ണം. വരുന്നതിന്റെ കർത്താവിന് വിലപ്പെട്ട സാധനം എന്തുവാ? ആത്മാവ്. നമ്മളെ സാലി ജോൺസനാ കർത്താവിന് വിലപ്പെട്ടത്. അങ്ങനെ. ആമേൻ. എബ്രഹാമാണ് കർത്താവിന് വിലപ്പെട്ടത്. ആമേൻ, കാരണം ആമേൻ. ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ അത്. അതെ. ആമേൻ. ജോത്സംഗിയ മനോജാണ് ഏറ്റവും വലുത്. സ്തോത്രം. പ്രേംകുമാറാണ് ഏറ്റവും വലുത്. വിലപിടിപ്പുള്ളതാ. ആമേൻ, ആമേൻ. അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തത് ശ്രീദേവിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തതാണ്. ആമേൻ, ശ്രീദേവിയെ സ്വീകരിക്കുവാനാണ് കർത്താവ് വരുന്നത്. ആമേൻ. അപ്പോൾ സ്തോത്രം. ഓർക്കണം, കള്ളം വരുന്നതുപോലെ കർത്താവ് വരാം. വന്നിട്ട് എന്തെടുക്കുക? ഏറ്റവും വിലപ്പെട്ടത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇനി സ്തോത്രം. കർത്താവിന്റെ വരവിനെ കുറിച്ച് 8-ാമത്തെ point. 8-ാമത്തെ സെയിം തന്നെയാ. അത് വേണ്ട, ആദ്യം 1 എഴുതിയത് തന്നെയാണ്. അത് വേണ്ട, 7 മതി. അപ്പോൾ വരും. ഏത് സമയത്തും വരും. പറയാം. ഏത് സമയത്തും വരാം. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ വരവിന്റെ സമയം പറഞ്ഞിട്ടില്ലെങ്കിലും ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ലോകത്തോടുള്ള ബന്ധത്തിൽ. ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു മിനിറ്റ് നിൽക്കണേ. സ്തോത്രം. ഓക്കെ. അപ്പൊ ലോകത്തോടുള്ള ബന്ധത്തില് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 2, ആകാശത്തിൽ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ഓക്കെ. 3 അടയാളങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് ലോകത്തോടുള്ള ബന്ധത്തിൽ. 5 അടയാളങ്ങൾ.
ലോകത്തോടുള്ള ബന്ധത്തിൽ 5 അടയാളങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പീഡ് കൂടുക, എന്തോ സ്പീഡ് കൂടി പോവുക. ആ കുറഞ്ഞു പോയില്ല, ഇച്ചിരി സ്പീഡ് ആക്കണം. ഓക്കെ, ഇന്നൂടെ ഉള്ളൂ, അടുത്ത ആഴ്ച ഇല്ല, അപ്പം കിട്ടത്തില്ല കുറച്ച് പലതും. ആ ലോകത്തോടുള്ള ബന്ധത്തിൽ 5 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് അനേകർ വരും. കർത്താവിന് വരവിന് മുൻപേ നടക്കുന്ന ഒന്നാമത്തെ ലോകത്തുള്ള ബന്ധത്തിലുള്ള അടയാളം എന്താണ്? ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് അനേകർ വരും. ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് അനേകര് വരും. മത്തായി 24:4-5 വാക്യങ്ങൾ. മത്തായി 24:4-5 വാക്യങ്ങൾ. ഓക്കെ, കിട്ടിയോ സിസ്റ്ററെ? കിട്ടി. ആ 2, ലോകത്തോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ അടയാളം യുദ്ധങ്ങളും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. മത്തായി 24:6 യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ചും കേൾക്കും. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും മത്തായി 24:6. 3, ലോകത്തോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ അടയാളം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. മത്തായി 24:6 6, ഓക്കെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. മത്തായി 24:7. മത്തായി 24:7. 4, ക്ഷാമം, ഭൂകമ്പം, മത്തായി 24:7 വാക്യത്തില് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുമെന്നേ ഉള്ളൂ. മനസ്സിലായോ? എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റാണ്. ഫാമിൻ, എർത്ത്ക്വേക്ക് ആൻഡ് പെസ്റ്റിലൻസ് എന്നുണ്ട്. അതിനകത്ത് മലയാളത്തിൽ അതില്ല, ഇംഗ്ലീഷിൽ അതുണ്ട്. പെസ്റ്റിലൻസ്. എന്തോ പെസ്റ്റിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാമോ? അതായത് കോവിഡ്, പകർച്ചവ്യാധികൾ, പെസ്റ്റിലൻസ്, കോവിഡ്. കർത്താവിന് വരവിന് മുമ്പ് എന്തുണ്ടാകണം? കോവിഡ് ഉണ്ടാകണം, ക്ഷാമം ഉണ്ടാകണം, ഭൂകമ്പം ഉണ്ടാകണം, കോവിഡ് ഉണ്ടാകണം. കോവിഡ് സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? അയ്യോ, എന്നാ പിന്നെ വരൂ. ഇനി അധിക സമയമൊന്നും ഇല്ല സിസ്റ്ററെ, റെഡി ആയിക്കോ. അടുത്തത് സുമസിസ്റ്റർ പറയുക, കർത്താവ് എന്നെ മോളെ കെട്ടിക്കാറുണ്ട്, അവിടെ കെട്ടിച്ച് അവിടെ കുഞ്ഞിനെ കൂടെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് കഴിഞ്ഞ് നീ വരാമെന്ന് പറയും. കെട്ടിച്ചു മക്കളുണ്ടാകാൻ ആഗ്രഹം. ഉണ്ട്. അപ്പൊ കർത്താവ് ഇപ്പോഴും വരണ്ട, മക്കളുണ്ട് കാണാൻ വന്നിട്ട് ഇല്ലയോ? അതെ. അടുത്ത 5-മത്തത് സഭയ്ക്ക് ഉപദ്രവം ഉണ്ടാകും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്തായി 24:8-9 വാക്യങ്ങൾ. ഇതാണ് ലോകത്തോടുള്ള ബന്ധത്തിലുള്ള 5 കാര്യങ്ങൾ. ഓക്കെ, ലോകത്തോടുള്ള ബന്ധത്തിലുള്ള 5 കാര്യങ്ങൾ അതാണ്. 24:8-9 വാക്യങ്ങൾ. ഈ അടുത്ത 2-മത്തത് ആകാശത്തിന്റെ ലക്ഷണങ്ങൾ. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ. ആകാശത്തിന്റെ ലക്ഷണങ്ങൾ 4 ലക്ഷണങ്ങൾ. സൂര്യൻ ഇരുണ്ടുപോകും, സൂര്യൻ ഇരുണ്ടുപോകും. 2, ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല. ചന്ദ്രൻ പ്രകാശം കൊടുക്കുകയില്ല. 3, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും.
നക്ഷത്രങ്ങൾ ഇത് ആകാശത്തിൽ നിന്ന് വീഴും. അല്ല സാറേ, അതെ ഒരു കാര്യം, അത് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊക്കെ വലുതല്ലേ, ഗ്രഹങ്ങളെ പോലെയല്ലോ നക്ഷത്രം. അപ്പൊ എങ്ങനെ ഭൂമിയിലേക്ക് അത് വീഴുവോ? അപ്പം ഒരു നക്ഷത്രം വീണാൽ ഭൂമി ഉണ്ടാകുകയല്ലോ. അതായത് നക്ഷത്രങ്ങൾക്കൊക്കെ ഇളക്കം തട്ടും എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ അത് അതുപോലെ താഴോട്ട് വീഴും എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും എന്നുള്ള അർത്ഥത്തിലാണ്. സ്ഥാനചലനം ഉണ്ടാവും അല്ലെ? സ്ഥാനചലനങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നാലാമത്, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. ആകാശത്തിൻ ശക്തികൾ ഇളകുന്നതാൽ ഭൂവിലെന്തു സഹിക്കുമെന്ന് ഓർത്തു കൊള്ളുക. രാജ്യം രാജ്യത്തോട്, അങ്ങനൊരു പാട്ടില്ലേ? ഓക്കെ, ഓക്കെ. 4, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. മത്തായിയുടെ സുവിശേഷം 24, 28, 29 വാക്യങ്ങൾ, 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അല്ലെ 31 വരെയുള്ള വാക്യങ്ങൾ. 3, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അഞ്ചല്ലേ? നാലെണ്ണം പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനി അടുത്തത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. മത്തായി 24:32. ഇസ്രായേലിനോട് ബന്ധത്തിൽ 3 വൃക്ഷങ്ങളെ കുറിച്ച്, 3 ചെടികളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. 3 ചെടികളെ കുറിച്ച്. 1, ഒലിവ്. 1, ഒലിവ്. അത് അവരുടെ സാമൂഹിക അനുഭവത്തെ കാണിക്കുന്നു. സോഷ്യൽ സിറ്റുവേഷൻ. ഒലിവ് എന്തിനെ കാണിക്കുന്നു? സാമൂഹിക അവസ്ഥയെ കാണിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു ഒലിവ് ഒടിഞ്ഞുപോയി. റോമർ 11:17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. റോമർ 11:17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഒലിവ് എന്തിനെ കാണിക്കുന്നു? സാമൂഹിക അനുഭവത്തെ. അതെന്ത് പറ്റി? ഒലിവ് എന്താ പറ്റി? അത് ഒഴിഞ്ഞുപോയി. വാക്യം ഏതാണ്? റോമർ 11:17 മുതൽ 24 വരെയുള്ള വാക്യം. 11:17-24. 2, മുന്തിരി. അത് മാർഗിക അനുഭവത്തെ കാണിക്കുന്നു. എന്തിന്റെ? മുന്തിരി എന്തായി മാറി? മാർഗിക അനുഭവത്തെ കാണിക്കുന്നു. മാന്ത്രികമല്ല, മാർഗീയ അനുഭവം. മാർഗീയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വേ എന്നുള്ളത് അവർ ആത്മീയ അനുഭവത്തെ കാണിക്കുന്നു വേണമെങ്കിൽ കുറിക്കാം. പക്ഷെ മുന്തിരിക്ക് എന്താ പറ്റി? മുന്തിരിക്ക് എന്താ പറ്റി? 1, കാട്ടുമുന്തിരിക്ക കായ്ച്ചു. ഐസയ 5:4. 2, മുന്തിരിക്കകത്ത് ബാലസുഖങ്ങൾ പാർക്കുമായിരുന്നു. 5:4. 2, മുന്തിരിക്കകത്തിൽ എന്താ പാർക്കാൻ തുടങ്ങി? ബാലസിംഹങ്ങൾ പാർക്കുവാൻ തുടങ്ങി. വാസ്തവത്തിൽ സിംഹങ്ങളുടെ ആഗ്രഹം മുന്തിരിക്കയാണോ? അല്ല, ഇറച്ചിയല്ലേ. പിന്നെന്തിനാ ഈ ബാലസിംഹങ്ങൾ ഈ മുന്തിരിക്കകത്തിൽ പാർക്കാൻ തുടങ്ങിയത്? അപ്പോൾ പാർക്കുവാൻ പാടില്ലാത്ത ജീവികൾ
എവിടെ പാർക്കാൻ തുടങ്ങി? മുരിങ്ങാത്തോട്ടത്തില്. മുന്തിരിക്കാത്തോട്ടത്തിൽ പാർക്കാൻ തുടങ്ങി. അവരുടെ പരാജയമാണ്. വാക്യം ഏതാണ്? ന്യായാധിപന്മാരുടെ പുസ്തകം 14-1 വാക്യം. 3 അത്തി. ഉണങ്ങിപ്പോയി. റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞേ സാറേ. കാട്ടുമുന്തിരിക്ക യെശയ്യാ 5:4. ജഡ്ജസ് അതായത് 14. അടുത്തത് 1. ചെറുകൂർക്ക, പിന്നെ എന്തുവാ, ബാലസിംഹങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-1. അത്തി. 14-1. ഇനി അടുത്തത് മൂന്നാമത്തെ വൃക്ഷമാണ് അത്തി. അത്തി എന്തിനെ കാണിക്കുന്നു? രാഷ്ട്രീയ അനുഭവം. അത്തി എന്തിനെ കാണിക്കുന്നു? രാഷ്ട്രീയം. പക്ഷെ അത്തിയുടെ ഫലം എന്തായി? അത്തിയിൽ കർത്താവ് ഫലം നോക്കിയാറ് ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. കണ്ടോ? ലൂക്കോസ് 13:6-1 വരെ, 6 മുതൽ 6 മുതൽ 9 വരെ. ഓക്കെ. ജെരമ്യാ 24:1 മുതൽ 10 വരെ. യെരമ്യാവ് 24:1 മുതൽ 10 വരെ. ഓക്കെ. അത്തിയിൽ ഫലം കണ്ടില്ല. കർത്താവ് നോക്കിയപ്പോൾ ഫലം കാണാഞ്ഞപ്പോൾ പറഞ്ഞെന്താ? വെട്ടിക്കളയാനല്ല പറയുന്നത്, ഒരു അവസരം കൂടെ കൊടുക്കാൻ പറയുന്നില്ലേ? അതെ. എന്നാൽ AD 70 ഇസ്രായേൽ എന്ന അത്തി ഉണങ്ങിപ്പോയി. AD 70 ഇസ്രായേൽ എന്ന അത്തി എന്തായി? ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ അത്തി തളിർക്കുവാൻ തുടങ്ങി. എന്നാൽ അത്തി ഇപ്പോൾ എന്തെടുക്കാൻ തുടങ്ങി? തളിർക്കുവാൻ തുടങ്ങി. 1914 ഇസ്രായേൽ എന്ന അത്തി തളിർക്കുവാൻ തുടങ്ങിയത്. ഉണങ്ങിപ്പോയ അത്തി എന്ന് തളിർത്തു? AD 70 ഉണങ്ങിപ്പോയതാ. എന്നാ തളിർക്കുവാൻ തുടങ്ങിയത്? AD 1914. AD 1914 തളിർക്കുവാൻ തുടങ്ങി. 1948 അത് തളിർത്ത് ഒരു രാഷ്ട്രമായി വീണ്ടും രൂപാന്തരപ്പെട്ടു. AD 1948 അത് തളിർത്ത് എന്തായി മാറി? ഒരു രാഷ്ട്രമായി. വീണ്ടും. ഇനിയും ഒരു വാക്യോടെ എന്നോട് ചേർത്ത് വരുക. റോമർ 11:15. റോമർ 11:15. 11:15. അവിടെ പൗലോസ് അപ്പോസ്തലന് ഒരു പ്രവചനം പറയുന്നു. 4 കാര്യങ്ങളാണ് പൗലോസ് അവിടെ പറയുന്നത്. 4 കാര്യങ്ങൾ. 1, അവരുടെ ഭ്രംശം. ആരുടെ ഭ്രംശമാ? യഹൂദന്മാരുടെ ഭ്രംശം, ചിതറിപ്പോക്കൽ. ലോകത്തിന്റെ നിരപ്പ്. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ. അടുത്തത്, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ്. എന്നല്ല പിന്നെ എന്താകുന്നു? നോക്കണേ, അവിടെ 4 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 1, അവരുടെ ഭ്രംശം. അത് സംഭവിച്ചില്ലേ? റോമാലേഖനം എഴുതുമ്പോൾ പോലും സംഭവിച്ചിട്ടില്ല. എന്നാൽ AD 70 സംഭവിക്കുന്നത്. അവരുടെ ഭ്രംശം, ലോകത്തിന്റെ നിരപ്പ് എന്ന് പറഞ്ഞാൽ സഭയുടെ നിരപ്പ്, ജാതികളായിരിക്കുന്ന എന്റെ നിങ്ങളുടെ നിരപ്പിന് കാരണമായി. അപ്പൊ 2 കാര്യങ്ങൾ സംഭവിച്ചില്ലേ? 2 കാര്യം സംഭവിച്ചു. മൂന്നാമത്, അവരുടെ അംഗീകരണം. എന്താ അവരുടെ അംഗീകരണം നടന്നത്?
എന്നാ അംഗീകാരം നടന്നത്? 1948 എടി അവർക്ക് പറഞ്ഞേ, എന്നാ അവർ അംഗീകാരം നടന്നത്? 1948 1948 ആ 1948 അപ്പൊ അവർ അവരെ ഭ്രംശം അംഗീകരിച്ചു. നടന്നു, ലോകത്തിന് നിരപ്പ് നടന്നു, അവർ അംഗീകരണം നടന്നു. ഇനി നടക്കാനുള്ളത് എന്താണ്? മരിച്ചവരുടെ ഉയർപ്പ്. മരിച്ചവരുടെ ഉയർപ്പ്. ഇന്ന് രാത്രി എല്ലാ ദൈവമക്കളും അറിയണം, അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നു. പ്രവചനമാകാൻ പറയുന്നത്. അവരുടെ ഭ്രംശം നടന്നു, ലോകത്തിന് നിരപ്പ് സംഭവിച്ചു, അവരുടെ അംഗീകരണം നടന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നടക്കാനുണ്ട്? മരിച്ചവരുടെ ഉയർപ്പ്. മരിച്ചവരുടെ ഉയർപ്പ്. അതെന്താ നടക്കുന്നത്? അതാ യേശുവിന്റെ വരവ്. എന്താ മരിച്ചവരുടെ ഉയർപ്പ് സംഭവിക്കുന്നത്? മരിച്ച കർത്താവിന്റെ യേശുവിന്റെ വരവ്. പറ, എന്താ മരിച്ചവരുടെ ഉയർപ്പ് നടക്കുന്നത്? യേശുവിന്റെ വരവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മടങ്ങി വരവെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷി നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ. ഈ 3 പ്രവചനങ്ങൾ സംഭവിച്ചുവെങ്കിൽ 4ാമത്തെ പ്രവചനവും അതിവിദൂരമല്ലാതെ സംഭവിക്കാൻ പോവുകയാണ്. ഇതാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായ കാര്യങ്ങൾ. ഓക്കെ, നിർത്തട്ടെ? നിർത്തിക്കാം സാറേ, മീറ്റിംഗ് ഉണ്ട്. അതെ, പ്രേയറുണ്ട്, പ്രേയറുകളൊക്കെ ഉണ്ട്. പ്രേയർ ഉണ്ട്, ശരില്ല, പ്രേയർ ഉണ്ട് സാർ. പ്രേയറുകളുണ്ട്. നിർത്താം അല്ലേ? അടുത്ത ആഴ്ച ഞാൻ പിന്നെ സമയം ഒക്കുന്നെങ്കിൽ, സാവകാശം ഒക്കുന്നെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച കൂടെ ക്ലാസ് എടുക്കാം. അടുത്ത ആഴ്ച മധ്യാകാശവാസത്തെ കുറിച്ച് സമയം ഒക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മധ്യാകാശവാസം നമ്മൾ ഓർക്കണം, 7 വർഷം നമ്മൾ എവിടെ ആയിരിക്കും? മധ്യാകാശത്തിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്തെടുക്കാൻ പോവാ? അതുകൂടെ നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.